അപ്പൊ ഇന്നത്തെ ടോപ്പിക് എല്ലാവർക്കും അറിയാലോ, ആഗ്രഹം വേഴ്സ് ഗോൾ. പലരെ സംബന്ധിച്ച് ഈ ആഗ്രഹവും ഗോളും ഒന്നാണ്, ആഗ്രഹവും ഗോളും ഒന്നല്ല. അതാണ് സത്യം. അപ്പൊ നമുക്ക് ആ കാര്യങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാം. എന്താണ് ആഗ്രഹം, എന്താണ് ഗോൾ? നിങ്ങൾക്കുള്ളത് ആഗ്രഹമാണോ ഗോളാണോ? നിങ്ങൾക്ക് ഇപ്പോൾ പരിശോധിക്കാം. ഇത് ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കണമെന്ന് ആഗ്രഹിച്ച പലതും എന്തുകൊണ്ടാണ് നടക്കാഞ്ഞെന്നൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ക്ലിയർ ആവുന്നു. ആഗ്രഹവും ലക്ഷ്യവും. ഇപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആഗ്രഹം എന്ന് ചോദിച്ചാൽ എന്താണ് പറയുക? നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ ജീവിതത്തിൽ? എന്തെങ്കിലും നേടുന്ന ആഗ്രഹമുണ്ടോ ചോദിച്ചാൽ എനിക്ക് സാമ്പത്തികമായിട്ട് മെച്ചം വേണം, എനിക്ക് നല്ലൊരു വീട് വേണം, നല്ല ആരോഗ്യം വേണം, നല്ല ബന്ധങ്ങൾ വേണം, വിദേശ യാത്രകൾ ചെയ്യണം. ഇതിന് പുറമെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും, പലതും. നിങ്ങൾ അവർക്ക് ഇതുവരെ സാധിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ എല്ലാവരുടെ ഉള്ളിലും എന്നും പറയുന്നതായിരിക്കും കുറെ കൂടി നല്ലത്. ഒരാൾ പറയാണ്, എനിക്ക് പണം വേണം, എനിക്ക് ആരോഗ്യം വേണം, എനിക്ക് കോൺഫിഡൻസ് വേണം, എന്റെ ബിസിനസ് വളരണം, എന്റെ ലൈഫ് സെറ്റിൽ ആവണം, എനിക്ക് സമാധാനം വേണം. ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയുന്ന സമയത്ത് ജീവിതം നിങ്ങളോട് തിരിച്ചു ചോദിക്കാന്ന് വിചാരിക്കും. നിങ്ങൾ വെറുതെ സങ്കല്പിക്കുക, ജീവിതം നിങ്ങളോട് തിരിച്ചു ചോദിക്കുകയാണ്, എത്ര പണം വേണം? നിങ്ങൾക്ക് പണം വേണമെന്ന് പറഞ്ഞില്ല, എത്ര വേണം, എപ്പോഴത്തേക്കാണ് നിങ്ങൾക്ക് വേണ്ടത്, എന്തിനാണ് വേണ്ടത്, നീ അതിനുവേണ്ടി എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇങ്ങനെയൊക്കെ ജീവിതകാലം തിരിച്ചു ചോദിച്ചാൽ പലരും ഉത്തരം മുട്ടും. ഇതൊന്നും അവർ ചിന്തിച്ചു വെച്ചിട്ടുണ്ടാവില്ല. ആഗ്രഹം മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെയാണ് ഇതിന്റെ പ്രശ്നം തുടങ്ങുന്നത്. ഇങ്ങനെ നിങ്ങൾ മറുപടി ഇപ്പൊ എന്തിനു വേണം, എപ്പോൾ വേണം എന്നൊക്കെ ചോദിക്കും. ഒരു മറുപടി ഇല്ലെങ്കിൽ എന്തായിരിക്കും? യൂണിവേഴ്സിന് വരെ കൺഫ്യൂഷൻ ആവും. നിങ്ങൾക്ക് തരണോ, തരണ്ടേ, എന്തു ചെയ്യണം, ഇവനിപ്പോൾ എന്താ കൊടുക്കുക? കുറച്ച് സമാധാനം കൊടുക്കണോ, അത് കുറച്ച് പണം കൊടുക്കണോ, അല്ലെങ്കിൽ കുറച്ച് കോൺഫിഡൻസ് കൊടുക്കണോ, അല്ലെ എല്ലാം കൂടി ഒരു അവിയൽ പരുവത്തിൽ പാർസലാക്കി കൊടുക്കണോ? യൂണിവേഴ്സിന് തന്നെ കൺഫ്യൂഷനാവും. ഇവിടെയാണ് എന്താണ് ആഗ്രഹവും ലക്ഷ്യവും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. ആഗ്രഹം നമ്മളോട് പറയും എനിക്ക് വേണം, ആഗ്രഹം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതാണ്, എനിക്ക് വേണം. പക്ഷെ ലക്ഷ്യം നമ്മളോട് പറയുന്നത് എന്തറിയോ? എനിക്ക് ഇത് വേണം, ഇത്ര സമയത്തിനകം വേണം, ഇന്ന കാരണത്തിന് വേണം, അതിനായിട്ട് ഞാൻ ഇന്ന പ്രവൃത്തി ചെയ്യും. ഇത്രയും കമ്മ്യൂണിക്കേഷൻ ഗോൾ നമ്മളോട് ചെയ്യുന്നുണ്ട്. ഇന്ന് ഈ ക്ലാസ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടാവണം. അതായത് ഇന്ന് ഇത്രയും കാലം നിങ്ങൾ ആഗ്രഹിച്ചു, പക്ഷെ അതൊന്നും ഗോളാക്കി മാറ്റിയിട്ടില്ല എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് വരണം. കാരണം അതുകൊണ്ടാണ്, ഗോളാക്കാത്തത് കൊണ്ടാണ് പല ആഗ്രഹങ്ങളും നിങ്ങൾക്ക് സാധിക്കാണ്ടിരുന്നത്. ഇത് മനസ്സിലാക്കുന്ന പോയിന്റിൽ തന്നെ മാനിഫെസ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഈ പോയിന്റ് മനസ്സിലാക്കി അത് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തിയാൽ അപ്പോൾ തുടങ്ങുകയാണ് മാനിഫെസ്റ്റേഷന്റെ യാത്ര. ഇത്രയും കാലം തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് അതിലേക്ക് കിടക്കാം, എന്തൊക്കെയാണ് കാര്യം എന്നുള്ളത്. ആഗ്രഹം എന്താണ്? ആഗ്രഹം എന്താണ്? അത് നമ്മുടെ ഒരു മനസ്സിൽ വരുന്ന ഒരു വിഷ്, അങ്ങനെ വേണേൽ പറയാം. ആഗ്രഹം എന്ന് പറഞ്ഞൊരു വിഷ്. ഇപ്പൊ ഞാൻ ഇത്രയും നേരം പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു സംശയം വന്നു, ഈ ആഗ്രഹം എന്ന് പറഞ്ഞാൽ മോശം പിടിച്ച കാര്യം വല്ലതും ആണോ? ഈ ഗോള് മാത്രമേ പാടുള്ളൂ, ആഗ്രഹിക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണോ, അത് മോശമായിട്ടുള്ള കാര്യമാണോ എന്ന് ചിലർക്ക് തോന്നിയിട്ടുണ്ടാവും. കാരണം നിങ്ങൾക്ക് ഒരു ആഗ്രഹമേ ഉള്ളൂ, ലക്ഷ്യമൊന്നും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ആഗ്രഹം എന്തോ തെറ്റായ കാര്യം പറയണ പോലെ. ഒരിക്കലും അല്ല. ആഗ്രഹം എന്ന് പറഞ്ഞാൽ മോശമായിട്ടുള്ളൊരു കാര്യവും അല്ല. ആഗ്രഹം എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ആഗ്രഹം ഇല്ലാത്തടത്ത് വളർച്ചയില്ല, ആഗ്രഹം ഉള്ളിടത്ത് മാത്രമേ വളർച്ചയുള്ളൂ. ഒരു ഉദാഹരണം പറയാം. ഒരു കുട്ടി, ഇപ്പൊ വേറൊരു കുട്ടി സൈക്കിൾ ഓടിക്കുന്നത് കാണുകയാണ്. അപ്പൊ അവന്റെ മനസ്സിലൊരു ആഗ്രഹം വരുന്നു, എനിക്കും ഒരു സൈക്കിൾ വേണം. സാധാരണയായിട്ട് സംഭവിക്കുന്ന കാര്യം. അല്ലെങ്കിൽ ഒരാൾ നല്ല രീതിയിൽ പ്രസംഗിക്കുന്ന ഒരാളെ കാണുകയാണ്, ഒരു പ്രാസംഗികനെ കാണുകയാണ്. അത് കാണുമ്പോൾ അയാൾക്കും ഒരു ആഗ്രഹം മനസ്സിൽ, എനിക്ക് ഇതുപോലെ കോൺഫിഡൻ്റ് ആയിട്ട് സ്റ്റേജിൽ കയറി നിന്ന് പബ്ലിക് സ്പീക്കിംഗ് ചെയ്യാൻ പറ്റണം, സംസാരിക്കാൻ പറ്റണം. ഇനി ഒരു ഹൗസ് വൈഫിന്റെ കാര്യം എടുക്കുക. അവർ ജോലിയൊന്നുമില്ല, വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അവര് നോക്കുമ്പോൾ വേറൊരു സ്ത്രീനെ കാണാം, അവർ സ്വന്തമായിട്ട് ജോലി ചെയ്ത് അല്ലെങ്കിൽ ബിസിനസ് ഒക്കെ ചെയ്ത് കുറെ വരുമാനം ഉണ്ടാക്കും. ഇത് കാണുമ്പോൾ അവർക്ക് ഇങ്ങനെ മനസ്സിൽ തോന്നുന്ന ഒരു ആഗ്രഹം, എനിക്കും ഇതുപോലെ സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കി സ്വന്തം കാലിൽ നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹം വരികയാണ്. അല്ലെങ്കിൽ ഇനി ഒരു ബിസിനസ്സുകാരുടെ കാര്യം എടുക്കുക. അപ്പൊ ഒരു ബിസിനസ്സുകാരൻ വേറൊരു ബിസിനസ്സുകാരൻ നല്ലോണം വളർച്ച ഉണ്ടാവുന്നത് കാണുന്നു അയാളുടെ ഫീൽഡിൽ തന്നെ. അപ്പൊ അയാൾ മനസ്സിൽ വിചാരിക്കും, എന്റെ ബിസിനസ് എനിക്ക് ഇതുപോലെ വളർത്തണം. അപ്പൊ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടതെന്ന് അറിയോ? പ്രശ്നം എന്താ വെച്ചാൽ ഈ ആഗ്രഹം പലപ്പോഴും വേഗാണ്. എന്ന് വെച്ചാൽ എനിക്ക് പണം വേണം, പക്ഷെ എത്ര പണം വേണം, എപ്പോഴത്തേക്കാണ് വേണ്ടത്, എന്തിനാണ് വേണ്ടത് എന്നതിനെ കുറിച്ചൊന്നും വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവില്ല. അതിനുവേണ്ടി ഞാൻ എന്ത് ആക്ഷൻ എടുക്കണം, ഇതൊന്നും ഒരു ധാരണ ഉണ്ടാവില്ല അവർക്ക്. ഇപ്പൊ ഞാൻ നിങ്ങളോടൊക്കെ ചോദിക്കുകയാണ്, ആർക്കൊക്കെയാണ് പണം വേണ്ടതെന്ന് ചോദിച്ചാൽ ഒരുപാട് പേര് പറയും എനിക്ക് വേണം, എനിക്ക് വേണം എന്ന് പറയും. സാധാരണയായിട്ട് ക്ലാസ്സിലൊക്കെ വളരെ സാധാരണയായിട്ട് സംഭവിക്കുന്ന അറിയാം, ആർക്കൊക്കെ പണം വേണമെന്ന് വെച്ചാൽ പറയും എനിക്ക് വേണം, എനിക്ക് വേണം എന്ന് എല്ലാവരും പറയും. ഈ പറയുന്ന ആൾക്കാരോട് ചോദിക്കണം, എപ്പോഴത്തേക്കാണ് വേണ്ടത്, എന്തിനാണ് വേണ്ടത്, അതുകൊണ്ട് എന്ത് മാറ്റാണ് ഉണ്ടാവുക, അത് കിട്ടാൻ എന്തേ മാർഗം നിങ്ങൾക്കുള്ളത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി ഉണ്ടാവില്ല. ആഗ്രഹം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ആഗ്രഹം മനസ്സിലെ എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കും. പക്ഷെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹത്തിനൊരു ഡയറക്ഷൻ ഉണ്ടാക്കും. ഇനി നമുക്ക് ഗോൾ എന്താന്നുള്ളത് നോക്കാം. ഗോൾ എന്ന് പറഞ്ഞാൽ ആഗ്രഹത്തിന് ഒരു ഫ്രെയിം ചെയ്ത് ഒരു രൂപം കൊടുക്കുന്നതാണ് ഗോള്.
ഗോള് നമ്മുടെ സ്വപ്നങ്ങൾക്ക് ഒരു അഡ്രസ്സ് കൊടുക്കുന്ന കാര്യമാണ്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനൊരു ഡയറക്ഷൻ കൊടുക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇപ്പോൾ ഒരു കൊറിയർ അയക്കണം, നിങ്ങൾക്ക് ഒരു കൊറിയർ അയക്കണം. കൊറിയർ അയക്കണേ അഡ്രസ്സ് എഴുതണ്ട, അതിൻ്റെ മുകളിൽ അഡ്രസ്സ് എഴുതാണ്ട് നിങ്ങൾ പേര് മാത്രം എഴുതി, ഒരു ഉദാഹരണമാണ് രവി കേരള എന്നും പറഞ്ഞ് എഴുതിയാൽ അയാൾക്ക് കിട്ടുമോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, വെറുതെ രവി കേരള എന്ന് മാത്രം ഒരു കൊറിയറിൻ്റെ മുകളിൽ എഴുതി വിട്ടാൽ അയാൾക്ക് കിട്ടുമോ? നമ്മൾ എന്തൊക്കെ വേണ്ടി വരും? നമ്മൾ എഴുതണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ വീട്ടിൻ്റെ പേര് എഴുതണം, സ്ഥലം വേണം, പിൻകോഡ് വേണം, മൊബൈൽ നമ്പർ വേണം. ഇതൊക്കെ കൃത്യമായിട്ട് എഴുതിയെങ്കിൽ മാത്രമേ അത് കിട്ടുള്ളൂ. അതേപോലെ നമ്മൾ യൂണിവേഴ്സിനോട്, സബ് കോൺഷ്യസ് മൈൻഡിനോട് നിങ്ങൾ വേഗമായിട്ട് എനിക്കത് വേണം എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിന് അത് ക്ലിയർ ആവില്ല. ഇപ്പോൾ നമ്മൾ എനിക്ക് നല്ലത് വേണം എന്ന് പറയാമെന്ന് വിചാരിക്കുക, അത് വേഗമായിട്ട് പറയുന്ന ഒരു ആഗ്രഹം മാത്രമാണ്. നേരെ മറിച്ച് നിങ്ങൾ പറയണം 2026 ഡിസംബർ 31 മുമ്പ് എൻ്റെ ബിസിനസ് വഴി എനിക്ക് 1 ലക്ഷം രൂപ മാസം വരുമാനം വേണം എന്നാണ് പറയണമെങ്കിൽ അതൊരു ലക്ഷ്യമാണ്. നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. എന്താണ് ഈ ഗോള്? ഇപ്പം ആഗ്രഹം എന്താണ്? എനിക്ക് പണം വേണം, അതൊരു ആഗ്രഹം മാത്രമാണ്. അതിൻ്റെ ലക്ഷ്യം എന്താണ്? ലക്ഷ്യം ഉള്ള ഒരാൾ എങ്ങനെ പറയാന്ന് വെച്ചാൽ 2026 ഡിസംബർ 31 മുമ്പ് എൻ്റെ ബിസിനസ് അല്ലെങ്കിൽ സർവീസ് വഴി എനിക്ക് 1 ലക്ഷം രൂപ വരുമാനം നന്ദിയോടും ആത്മവിശ്വാസത്തോടും കൂടി ഞാൻ നേടുന്നു എന്ന് പറയുന്നത് ഒരു ലക്ഷ്യമാണ്. എനിക്ക് നല്ല ആരോഗ്യം വേണം, അതൊരു ആഗ്രഹമാണ്. നേരെ മറിച്ച് അയാൾ പറയണം അടുത്ത 90 ദിവസത്തിനുള്ളിൽ ദിവസം 30 മിനിറ്റ് നടക്കുകയും ഹെൽത്തി ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്തിട്ട് ഞാൻ കൂടുതൽ എനർജറ്റിക് ആയി മാറുന്നു എന്ന് പറയുമ്പോൾ അതൊരു ഗോളാണ്. വേറെ പറയാം, എനിക്ക് ഒരാൾ പറയണം എനിക്ക് ക്യാമറയുടെ മുന്നിൽ നിന്ന് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് വേണം, അതൊരു ആഗ്രഹമാണ്. നേരെ മറിച്ച് അയാൾ പറയുകയാണ് അടുത്ത 30 ദിവസത്തിനുള്ളിൽ ദിവസം 2 മിനിറ്റ് ഞാൻ ഡെയിലി വീഡിയോ പ്രാക്ടീസ് ചെയ്ത് ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറും എന്ന് പറയുകയാണെങ്കിൽ അതൊരു ഗോളാണ്. വേറെ ആൾ പറയണേ എനിക്ക് സമാധാനം വേണം, അപ്പോൾ ലക്ഷ്യം ഇന്ന് ഞാൻ ദിവസം 10 മിനിറ്റ് നന്ദി അല്ലെ പ്രയർ, ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്ത് എൻ്റെ മനസ്സിൽ സമാധാനം വളർത്തും എന്ന് പറയുന്നത് ഒരു ലക്ഷ്യമാണ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഏകദേശം എന്താണ് എന്ന്. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ ആഗ്രഹത്തിന് അഡ്രസ്സ് ഉണ്ടോ? അതായത് ആഗ്രഹത്തിന് അഡ്രസ്സ് വരുമ്പോഴാണ് അതൊരു ഗോൾ വരുന്നത്. എങ്ങനെയാണ് അഡ്രസ്സ് എന്നുള്ള നേരത്തെ എക്സാമ്പിൾ പറഞ്ഞല്ലോ, അതുമാതിരി ഫുൾ ഫ്രെയിം ചെയ്തിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഗോൾ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ എന്താണെന്ന് അറിയോ, നമ്മൾ ഇതിന് അഡ്രസ്സ് കൊടുത്തില്ലെങ്കിൽ അതിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു പ്രേതന്മാർ ഇങ്ങനെ നടക്കുന്ന ഒരു സാധനമായിരിക്കും നമ്മുടെ ഈ ആഗ്രഹം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു ഡയറക്ഷനൊന്നുമില്ല, അതിങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കും, ഇടയ്ക്കിടയ്ക്ക് വരും പോവും. ഈ ആഗ്രഹം എന്ന് പറഞ്ഞ സംഭവം നമ്മളെ സ്വപ്നങ്ങൾ കാണിക്കും, പക്ഷേ ലക്ഷ്യം നമ്മളെ എഴുന്നേൽപ്പിക്കുന്ന സാധനമാണ്, നമ്മളെ ഉണർത്തുന്നതാണ്. APJ അബ്ദുൽ കലാം സാർ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, നമ്മുടെ ഉറക്കം കെടുത്തുന്നതാണ് സ്വപ്നം എന്ന് പറഞ്ഞിട്ട്. അതിതാണ് നമ്മുടെ ഉറക്കം കെടുത്തുന്നതാണ് സ്വപ്നം. നല്ലൊരു സ്വപ്നം ഉണ്ടെങ്കിൽ, ഒരു ഗോൾ ഉണ്ടെങ്കിൽ നമുക്ക് ഉറങ്ങാൻ കഴിയില്ല. അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ നമുക്ക് എക്സൈറ്റ്മെന്റ് വരണം, നമുക്ക് ഉറങ്ങാൻ സാധിക്കരുത്.